നമസ്കാരം. ഡോക്ടർ ഫ്രണ്ടിലേക്ക് വീണ്ടും സ്വാഗതം. വായിൽ ഇടയ്ക്കിടയ്ക്ക് പുണ്ണ് വരാറുണ്ടല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? ആഫ്തസ് അൾസർ അല്ലെങ്കിൽ കാങ്കർ സോർ എന്ന് പറയും. വായിൽ വിട്ടുമാറാതെ ഇടയ്ക്കിടയ്ക്ക് മാസം തോറും അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോൾ വർഷത്തിൽ 3, 4, 5 പ്രാവശ്യമൊക്കെ ചില ആളുകൾക്ക് ഇങ്ങനെ വായ്ക്കകത്ത് പുണ്ണ് വരാറുണ്ട്. ഈ വായുടെ അകത്തുള്ള പുണ്ണ് വലിയ ബുദ്ധിമുട്ടാണ്. സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെയൊക്കെ ഇത് ബാധിക്കും. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? കുറേ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് ആക്സിഡൻ്റലായിട്ട് വരുന്ന എന്തെങ്കിലും മൈനർ ഇഞ്ചുറീസ്, അതായത് ഇപ്പോൾ ഡെൻ്റൽ എന്തെങ്കിലും നമ്മൾ പല്ല് ക്ലീൻ ചെയ്യാൻ പോവുക അല്ലെങ്കിൽ ക്യാപ്പ് ഇടാൻ പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ സംഭവിക്കുന്ന കുഞ്ഞു ഇഞ്ചുറീസ്, അല്ലെങ്കിലോ നമ്മൾ ആക്സിഡൻ്റ് ആയിട്ട് വന്നിട്ട് ഉള്ള ബൈറ്റ് ചെയ്യില്ലേ, നഖമൊക്കെ കടിക്കും ചിലർ, അല്ലെങ്കിൽ പെൻസിൽ ഇതൊക്കെ കടിച്ച് പിടിച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് അറിയാതെ പോകുമ്പോൾ അങ്ങനെ പറ്റുന്ന ഇഞ്ചുറീസ്, ഹാർഡ് ബ്രഷിങ്, ശക്തമായിട്ടുള്ള ബ്രഷിങ്, പിന്നെ എന്ത് ചെയ്തേക്കാം, പിന്നെ നമുക്ക് പല്ലിന് ക്ലിപ്പൊക്കെ ഇടുന്ന ആളുകളുണ്ട് അല്ലേ, ഡെൻ്റൽ ബ്രേസേഴ്സ് ഇടുന്ന ആൾക്കാർക്ക് അങ്ങനെ വരുന്ന ഇഞ്ചുറീസ് വന്നേക്കാം. അതുപോലെ തന്നെ നമുക്ക് ടൂത്ത് പേസ്റ്റിനകത്ത് കെമിക്കൽസ് കൂടുതലുള്ള ഈ സോഡിയം ലോറൽ സൾഫേറ്റ് പോലെയുള്ള വസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന ടൂത്ത് പേസ്റ്റുകൾ അല്ലെങ്കിൽ ഈ മൗത്ത് റിൻസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ചിലർക്ക് ഇങ്ങനെ വന്നേക്കാം. പിന്നെ ചില അലർജിക് ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻസ് കൊണ്ട് വന്നേക്കാം. അതുപോലെ വൈറൽ ഫംഗൽ ആയിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വേറെ തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാം. നിരന്തരമായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത് വരും. പിന്നെ ഈ പാൻ മസാല അങ്ങനത്തെ എന്തെങ്കിലും ഡ്രഗ്സോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്കും ഇത് വരാറുണ്ട്. പിന്നെ ആർക്ക് വരാം? ഇതൊന്നും ഇല്ലാതെ സാധാരണ അധികമായിട്ട് ചായ കാപ്പി കുടിക്കുന്ന ആളുകൾക്ക് വരാം. പിന്നെ ഈ മധുര പലഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക് വരാം. പിന്നെ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, അതായത് വയറിനകത്ത് അൾസർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൈറോയ്ഡ് ഡിസീസുകൾ ഉണ്ടെങ്കിൽ, അല്ല വേറെ ഏതെങ്കിലും എന്താ പറയുക ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സീലിയാക് ഡിസീസ് പോലെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത് വരാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാം? ഇത് വന്നു കഴിഞ്ഞാൽ 1 മില്ലിമീറ്റർ താഴെയുള്ളൂ ഈ വീരൻ്റെ സൈസ്. പക്ഷേ ഇത് ചുവന്ന ബോർഡറൊക്കെ കൊണ്ട് ഭയങ്കര പെയിൻഫുൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഒരാഴ്ച കൊണ്ട് ഒക്കെ നീണ്ടു നിന്നേക്കാം. അപ്പോഴും അത് നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും. ചിലപ്പോൾ നമുക്ക് ചില ക്രീമുകൾ അല്ലെങ്കിൽ ലോഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അനാൽജസിസ് പോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് താൽക്കാലികമായിട്ട് അതങ്ങ് പോയേക്കാം. പക്ഷേ ഇതിൽ വില്ലനായിട്ട് പ്രധാനമായിട്ടൊരു ഡെഫിഷ്യൻസി ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞ കാരണങ്ങളോടൊപ്പം തന്നെ നമുക്ക് വിറ്റാമിൻ B12, ഫോളേറ്റിൻ്റെ, അയേണിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്കിത് മാറില്ല, വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഡെഫിഷ്യൻസി നമുക്ക് കറക്റ്റ് ചെയ്യണ്ടേ, എങ്കിലല്ലേ അസുഖം മാറുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ ഫുഡുകൾ കഴിക്കാം നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ഫൈബർ റിച്ച് ഫുഡുകൾ, നാരുകൾ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ധാരാളമായിട്ട് കഴിക്കാം. അതിലിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതും നമ്മൾ കൂടുതൽ കാണുന്നതായിട്ടുള്ളൊരു ഫുഡാണ്, ഈ ഒരു ഫ്രൂട്ടാണ് അവകാഡോ നല്ലതാണ്. അതുപോലെ എന്താ പറയുക, വിറ്റാമിൻ C അടങ്ങിയിരിക്കുന്ന ഓറഞ്ച് പോലെയുള്ള ഈ ആംല, ലൈം ഒക്കെ പോലെയുള്ള ഫ്രൂട്ട്സ് നല്ലതാണ്. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചിയ സീഡ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഓട്സ് കഴിക്കുന്നത് നല്ലതാണ്. ചീര, പ്രത്യേകിച്ച് ചുവന്ന ചീര കൂടുതൽ കഴിക്കുക. ബീട്രൂട്ട് കഴിക്കുക. പിന്നെ നമുക്ക് കഴിക്കുന്നത് ലെൻറ്റസ്, അതായത് ഈ മൈക്രോ ഫൈബേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ചെറുപയർ, വൻപയറൊക്കെ മുള വന്നു കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു ചെടി പോലെ നമുക്ക് അതിനകത്ത് കാണല്ലേ, അതിനാണ് മൈക്രോ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ തോരനായിട്ട് വെച്ച് കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസിൻ്റെ ലീവ്സ് കൂടുതലായിട്ട് കഴിക്കുന്നത്, അതൊക്കെ പരമാവധി പറ്റുന്നതൊക്കെ റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ റോ ആയിട്ട് കഴിക്കുക. കുക്ക് ചെയ്തും കഴിക്കുക. പരമാവധി വെജിറ്റബിൾസ് ഒക്കെ ഹാഫ് കുക്ക്ഡ് ആണ് നല്ലത്. അതായത് നമ്മൾ വീട്ടിനകത്തൊക്കെ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഹാഫ് കുക്ക്ഡ് ആണ് ഏറ്റവും നല്ലത്. ഒത്തിരി വഴറ്റി എണ്ണയൊക്കെ ഇട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കില്ല. അതുപോലെ ആർട്ടിഫിഷ്യൽ കളേഴ്സും ആർട്ടിഫിഷ്യൽ ഷുഗറും നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കണം. അതുപോലെ ഡെൻ്റൽ ഹൈജീൻ ഭയങ്കര പ്രധാനമാണ്. 2 നേരം ബ്രഷ് ചെയ്യണം, വായ നന്നായി ക്ലീൻ ചെയ്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചിട്ടയായിട്ടുള്ള ജീവിതവും ആണെങ്കിൽ, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് പിന്നീട് വരാത്ത രീതിയിലേക്ക് മാറിപ്പോകും. അപ്പോൾ സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി. താങ്ക് യു.